നമുക്ക് കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദർ ആർ 4 types of learning styles. അതിനെ വാർക്ക് എന്ന് പറയും നമ്മൾ. വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ് പറഞ്ഞാൽ ഓഡിയോ, പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ചിലർ എഴുതി പഠിക്കും അത്, പിന്നെ കെനസ്തെറ്റിക് പറഞ്ഞാൽ ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ആക്ച്വലി ദിസ് നമ്മൾ ദുബായിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബിഗിനിങ് ഓഫ് ദ അക്കാഡമിക് ഇയർ ഈ ടെസ്റ്റ് എടുക്കും. So we know the learning style of each and every student of the class. അപ്പോൾ അതിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് ടൂൾ ഉണ്ട്. വാർക്കിന് ഒരു ടൂൾ ഉണ്ട്. It's available in the internet. Visual, auditory, reading and writing and kinesthetic. Yeah. So visual learners ഒന്ന് കണ്ടു പഠിക്കും, മറ്റേവര് കേട്ട് പഠിക്കും. ചിലർക്ക് ടീച്ചർ ഇതൊന്ന് കേട്ടാൽ മതി, പിന്നെ ചിലര് എഴുതി പഠിക്കാം. അങ്ങനെ ഓക്കെ. റീഡിങ് ആൻഡ് റൈറ്റിംഗ് സെൽഫായിട്ട് പഠിക്കാൻ പറ്റും അവർക്ക്. വായിച്ച് അവർ എഴുതി പഠിച്ചു. ചിലർക്ക് ചെയ്ത് പഠിക്കണം, ഹാൻഡ്സ് ഓൺ. ഐ തിങ്ക് യു ആർ എ കിനെസ്തെറ്റിക് ലേണർ. യെസ്, ദാറ്റ്സ് എൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ചിലർക്ക് അങ്ങനെ ചെയ്ത് പഠിച്ചാലേ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അതർവൈസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ന്യൂആൻസസ് ഓഫ് ഇറ്റ്, യു നോ. ഉള്ളതാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ നോർമൽ മോഡ് ഓഫ് training of a teacher. എല്ലാ ടീച്ചേഴ്സിനും ബിഎഡിലൊക്കെ പഠിപ്പിക്കും. ബിഎഡിൽ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല ബിഎഡിൽ നമ്മൾ അങ്ങനെ നമ്മൾ ലേണിംഗ് സ്റ്റൈൽസ് പഠിക്കുന്നുണ്ടെങ്കിലും ഈ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് എ വാക്ക് ടെസ്റ്റ് നമ്മൾ when I did B.Ed many years back I have not done that. പക്ഷെ ഇപ്പൊ ഇതൊക്കെ പുതിയ കാര്യങ്ങൾ വരികയാണല്ലോ, ഇവോൾവ് ചെയ്യുകയാണല്ലോ. അപ്പൊ അത് നമ്മൾ ബിഗിനിങ് VARK all capital. So if you conduct that, നമ്മളിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും വാക്ക് ടെസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഇത് കിട്ടും നമുക്ക്, സീരീസ് ഓഫ് ടെസ്റ്റ് ഫോമാറ്റ്സ് കിട്ടും. അപ്പൊ അത് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് അതിനൊരു സ്കോറിംഗ് ഉണ്ട്. ആ സ്കോറിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ ഏത് കാറ്റഗറി പെടുന്നു എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് വിൽ ബി പെർട്ടൈനിങ് ടു ദാറ്റ്. അല്ല, will it change? Can one change its learning style or for life? No, see basically small kids ന് അത് ചേഞ്ച് ആവും. ബട്ട് നമ്മളൊരു ടീനേജർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ദ സെയിം. യാ, ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അവരെ സ്റ്റൈല് മാറാൻ ചാൻസ് ഉണ്ട്. വി ക്യാൻ യൂസ് ഫ്രം മിഡിൽ സ്കൂൾ, 5th to 5th സ്റ്റാൻഡേർഡ് മുതൽ നമുക്കത് തുടങ്ങാം. 1 to 4 പ്രാക്ടീസ് അത്ര ഇതല്ലേ, നമ്മള് ഫോർമേറ്റീവ് ഇയേഴ്സ് ആണല്ലോ. അതുകൊണ്ട് 5th grade മുതൽ നമുക്കിത് തുടങ്ങാമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടി. ദ ഡേറ്റ ഈസ് വിത്ത് അസ്. സോ when we have to approach the student with an alternative method, നമുക്ക് ഈ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു കോമൺ മെത്തേഡ് ആണല്ലോ ഫോർ ദ എൻറ്റയർ ക്ലാസ്. ലേണിംഗ് സ്റ്റൈൽ നോക്കിയിട്ട് ആ വേയിൽ നമുക്ക് കുട്ടിക്ക് ഇത് ഈ സെയിം ടോപ്പിക് ക്യാൻ ബി ടോട്ട്.